നിരാശാകാമുകനും രഹസ്യ പോലീസും. കഥ എഴുതിയത് ജേക്കബ് എബ്രഹാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഞാൻ ഒരു വലിയ പ്രശ്നത്തിലാണ്. അവനവൻ കുഴിക്കുന്ന കുഴികളിൽ വീഴുന്ന ഒരു ചതിക്കുഴിയാണല്ലോ സോഷ്യൽ മീഡിയ. കപ്പക്കാല വഴി ഇറങ്ങി റബ്ബർ തോട്ടത്തിലൂടെ പതിവ് പോലെ ഞങ്ങളുടെ പറമ്പിലൂടെ ഒഴുകുന്ന തോട്ടിൽ കുളിക്കാൻ പോകാനും എനിക്കിപ്പോൾ പേടിയാണ്. റബ്ബർ വെട്ടുകാരൻ കുഞ്ഞേപ്പിന് ഫേസ്ബുക്ക് ഇല്ലാത്തത് ഭാഗ്യമാണെന്ന് തോന്നി. കുഞ്ഞേപ്പ് നോക്കിയയുടെ ഒരു പഴയ സെറ്റാണ് ഉപയോഗിക്കുന്നത്. കുറേ നാട്ടുവർത്തമാനങ്ങളും കുന്നായ്മയും കുശുമ്പും ഞങ്ങൾ ഒന്നാം കല്ലിൽ നിന്നുകൊണ്ട് പങ്കുവച്ചു. റബ്ബർ പുരയിൽ വച്ച് വല്ലപ്പോഴും കുഞ്ഞേപ്പുമായി കൂടാറുണ്ട്. തോക്കുള്ള മനുഷ്യനാണ്. ഒരിക്കൽ കാട്ടുപന്നിയുടെ വെടിയിറച്ചിയുണ്ടായിരുന്നു. അത് ഫോട്ടോ എടുക്കാൻ നേരം കുഞ്ഞേപ്പ് തോക്ക് എൻ്റെ നേരെ ചൂണ്ടി. ഈ കോപ്പിലെ പരിപാടി മാത്രം ഒക്കത്തില്ല, വിവരം കെട്ടവന്മാരുടെ ഒരു ഫേസ്ബുക്ക്. അന്ന് കുഞ്ഞേപ്പ് പറഞ്ഞത് വിശ്വസിച്ചാൽ മതിയായിരുന്നു. കഥയിലേക്ക് വരാം. നിരാശാകാമുകൻ എന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും. പ്രണയ കവിതകളിലെ വരികൾ, മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ, പ്രചോദിപ്പിക്കുന്ന മഹാത്മാക്കളുടെ വാചകങ്ങൾ എന്നിവയൊക്കെയാണ് ഞാൻ മിക്കവാറും അതിൽ പോസ്റ്റ് ചെയ്യാറുള്ളത്. മിക്കപ്പോഴും എൻ്റെ തന്നെ സാഹിത്യ സൃഷ്ടികളും പടച്ചുവിടാറുണ്ട്. മിക്ക പോസ്റ്റിനും 100-ലധികം ലൈക്കുകളും 10-ലധികം കമൻറ്റുകളും ലഭിക്കാറുണ്ട്. നീർമാതളം, മാധവിക്കുട്ടി, രാഷ്ട്രീയക്കാരൻ, വടയക്ഷി, കള്ളിയങ്കാട്ട് നീലി, വായനക്കാരൻ, പോരാട്ടം, പാളയം ചെഗുവേര, നീതിമാൻ, ഫ്രീക്കത്തി, ആമ്പൽപ്പൂവ്, കാട്ടുതുളസി, സാധാരണക്കാരൻ, ഒരു പാവം പെണ്ണ് എന്നീ ഐഡികൾ പിന്നെ സ്ഥിരമായി ഫോളോ ചെയ്യാറുണ്ട്. നിരാശാകാമുകൻ എന്ന പ്രൊഫൈലിനു പുറമെ തെമ്മാടി, നാട്ടുരാജാവ് എന്നീ 2 മുഖപുസ്തക താളുകൾ കൂടെ എനിക്കുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ജോണിക്കുട്ടി ഇട്ടിയപ്പാറ എന്ന എൻ്റെ യഥാർത്ഥ പേരിൽ വളരെ കുറച്ച് ഫോളോവേഴ്സ് മാത്രമുള്ള ഒരു പ്രൊഫൈലും ഞാൻ പരിപാലിക്കുന്നുണ്ട്. ഒരു കേരള കോൺഗ്രസ്സുകാരനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ അല്പസ്വല്പം വിലയുണ്ട്. ഞങ്ങളിപ്പോൾ ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഇട്ടിയപ്പാറയിലെ ആസ്ഥാന ഭുജി സഖാവ് ജെയിംസ് ഒരിക്കൽ ചായക്കടയിൽ വച്ച് ഇങ്ങനെ പറയുകയുണ്ടായി: ജോണിക്കുട്ടി, ഈ ഫേസ്ബുക്കിൽ ഒന്ന് സജീവമാകണം. പാർട്ടി ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ സോഷ്യൽ മീഡിയയിൽ വെച്ചിട്ടുണ്ട്. വെള്ളച്ചായ കുടിക്കുന്ന ജെയിംസിനെ നോക്കി ഞാൻ വെളുക്കേ ചിരിച്ചു. ആ കാര്യം ഞാനത്ര ഗൗനിക്കില്ല. കാര്യം ഇടതു ലൈനാണെങ്കിലും നമ്മൾ കേരള കോൺഗ്രസ്സുകാർക്ക് ഒരു പ്രവർത്തന ശൈലി ഇല്ലയോ? കുടുംബകാര്യം, നാട്ടുകാര്യം, പള്ളിയിലെ ചില പരിപാടികൾ, ഇതൊക്കെയാണ് ജോണിക്കുട്ടിയിലൂടെ പുറം ലോകത്തേക്ക് എത്തപ്പെടുന്നത്. ഇതൊന്നും ഇക്കാലത്ത് ഒരു വലിയ കാര്യമല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയ എന്നാൽ ഫേക്ക് മീഡിയ എന്നാണ് വിവരമുള്ളവർ പറയുന്നത് എന്നൊരിക്കൽ പള്ളിയിൽ പ്രസംഗിക്കാൻ വന്ന സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥൻ പറയുന്നത് ഞാൻ കേട്ടു. ഇടവകയിലെ വിശ്വാസികൾക്കിടയിൽ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ തുടങ്ങിയവ മൂലമുണ്ടാകുന്ന പുതിയ തരം ദാമ്പത്യ പ്രശ്നങ്ങൾ, പഠനത്തിലെ ഏകാഗ്രക്കുറവ്, ഡിപ്രഷൻ, ശത്രുത ഇവയെക്കുറിച്ച് ഫാദർ തോമസ് ഊട്ടുപാറ ആശങ്കാകുലനായിരുന്നു. 5 ദിവസത്തെ ഡിജിറ്റൽ ഉപവാസം എന്ന ധ്യാന പരിപാടി അച്ഛൻ പ്രഖ്യാപിക്കുകയും തൻ്റെ മൊബൈൽ ഫോൺ ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം പള്ളിയിലെ വിശുദ്ധ പീഠത്തിൽ ഇടവകക്കാർ കാണും വിധം വയ്ക്കുകയും ചെയ്തു. അച്ഛൻ കാണുകയില്ലല്ലോ എന്ന വിശ്വാസത്തിൽ വിശ്വാസികൾ പതിവിലും ഇരട്ടിയിൽ ഫോൺ ഉപയോഗം തുടർന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നല്ലത് മാത്രം ചെയ്തു ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് പോലെയാണോ മനുഷ്യരെല്ലാം ജീവിക്കുന്നത്? എല്ലാ മനുഷ്യരും ഒരു തരത്തിൽ രഹസ്യ ജീവിതം നയിക്കുന്നുണ്ടെന്നാണ് എൻ്റെ കണ്ടെത്തൽ. ചാനലുകളിലെ കുറ്റാന്വേഷണ വാർത്തകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതിലൊട്ടുമുക്കാൽ കേസുകളും സൈബർ ലോകത്തെ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടവയാണ്. ഞാൻ എൻ്റെ ഐഡികളിലൂടെ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യാറില്ല.
നിങ്ങളോട് ഇപ്പോഴിങ്ങനെ വന്ന് ചില കാര്യങ്ങൾ പറയാൻ കാരണം തന്നെ രഹസ്യ പോലീസ് എന്നൊരു ID എന്നെ സ്ഥിരമായി ഫോളോ ചെയ്യുന്നുണ്ട് എന്ന കണ്ടെത്തലിൽ നിന്നാണ്. കഴിഞ്ഞ കുറേ ആഴ്ചകളായി എൻ്റെ ജീവിതത്തിലുണ്ടായ ചില സംഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ പ്രകാരമാണ് നിരാശാ കാമുകൻ എന്ന പ്രൊഫൈലിൽ ഞാൻ ഈ കുറിപ്പിടുന്നത്. ഫേക്കും ഫേക്ക് അല്ലാത്തതുമായ പല ഐഡികൾക്കും വേദനിക്കും. എല്ലാവരോടും ഈ ജോണിക്കുട്ടി ക്ഷമ ചോദിക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ, അതായത് ഇട്ടിയപ്പാറയിൽ, ഫാഷൻ ബുക്ക് എന്ന പേരിൽ ഞാൻ ചെറിയ ഒരു ജെൻസ് ഫാഷൻ ഷോറൂം നടത്തുന്നുണ്ട്. ജീൻസ്, ഷർട്ട്, ക്യാപ്പ്, ബെൽറ്റ്, പേഴ്സ്, സ്പ്രേ തുടങ്ങി ആണുങ്ങൾക്ക് വേണ്ട സാധനങ്ങളാണ് തുണിക്കടയിൽ ഒരുക്കിയിട്ടുള്ളത്. എൻ്റെ വകയിൽ ഒരു ബന്ധുവിൻ്റെ മകളായ ആൻസി എന്നൊരു കുട്ടിയാണ് കടയിൽ നിൽക്കുന്നത്. പുല്ലാട്ടെ സോബിച്ചായൻ്റെ മകളായ ആൻസി കട തുടങ്ങിയ കാലം മുതൽ ഫാഷൻ ബുക്കിലുണ്ട്. സോബിച്ചായൻ്റെ ശുപാർശയ്ക്ക് പുറമെ അവളെ ഫാഷൻ ബുക്കിൽ എടുക്കാനുള്ള കാര്യം തന്നെ ഫേസ്ബുക്കിലുള്ള ഒറിജിനൽ ഐഡിയായ ജോണിക്കുട്ടിക്ക് അവൾ നൽകുന്ന ലവും ലൈക്കും കമൻറ്റുമൊക്കെയാണ്. ചില കമൻറ്റുകളും അവൾ സാഹിത്യ ഭാഷയോടെ ഇടാറുണ്ട്. പെൺകൊച്ച് പള്ളിയിലും ഗായക സംഘത്തിലുമൊക്കെ സജീവമായതുകൊണ്ടും ആളുകളെ കൈകാര്യം ചെയ്യാൻ നല്ല കഴിവുണ്ടെന്ന് സോബിച്ചായൻ്റെ ഭാര്യ ഷീലാമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സത്യവുമായിരുന്നു. ആൺപിള്ളേരുടെ ഒരു നല്ല കസ്റ്റമർ ബേസ് സ്ഥാപിച്ചെടുത്താൽ ആൻസിയുടെ വാചകമടിയും മിടുക്കും സഹായകരമായി. ഞങ്ങളുടെ തന്നെ മറ്റൊരു ബന്ധുവായ കുര്യൻ അങ്കിളിനെ കൂടി ഞാൻ പാർട്ട്ണറായി കച്ചവടത്തിൽ ചേർത്തു. അങ്കിൾ US-ലായതിനാൽ ഫണ്ടിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. കച്ചവടം ഒരു വിധത്തിൽ പച്ചപിടിച്ച് പോവുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ഫാഷൻ ബുക്കിൽ വന്ന ഒരു പയ്യന് അവൻ്റെ ഹാക്ക് ചെയ്യപ്പെട്ട ഫേസ്ബുക്ക് ID വിദഗ്ധയെ പോലെ ആൻസി ശരിയാക്കി കൊടുത്തപ്പോൾ സൈബർ ലോകത്ത് ഞാൻ നേരിടുന്ന വെല്ലുവിളി അവളോട് പങ്കുവെച്ചാലോ എന്ന് ആലോചിച്ചതാണ്. പിന്നീട് വേണ്ടെന്ന് വെച്ചു. ഇൻസ്റ്റാഗ്രാമിൽ കയറിക്കൂടാൻ ആൻസി എന്നെ സഹായിച്ചു എന്നത് മറച്ചു വയ്ക്കുന്നില്ല. ഫാഷൻ ബുക്കിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്നതും ആൻസി തന്നെയാണ്. മൊത്തത്തിൽ IT വിദഗ്ധയായ ഒരു സെയിൽസ് ഗേൾ എന്ന പട്ടം അവൾക്ക് ചാർത്തി കൊടുക്കാൻ കഴിയും. കാലിത്തോട്ടത്തിലും കപ്പക്കാലയിലും റബ്ബർ തോട്ടത്തിലും തോട്ടുവക്കിലും അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന പയ്യന്മാരെ ഫാഷൻ മോഡലുകളാക്കി മറ്റു ചില പയ്യന്മാരുടെ സഹായത്തോടെ ഫോട്ടോ ഷൂട്ട് ചെയ്ത് ഫാഷൻ ബുക്കിന് റീച്ച് കൂട്ടുന്നതിൽ ഒരു സോഷ്യൽ മീഡിയ മാനേജർ എന്ന നിലയിൽ ആത്മാർത്ഥമായ സേവനമാണ് ആൻസി കൊച്ചു നടത്തുന്നത്. കം ടു ദ പോയിന്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ അസ്വസ്ഥരാകുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ രഹസ്യമായ നിരാശാ ജീവിതത്തെ ആരോ ഇപ്പോൾ പിന്തുടരുന്നുണ്ട്. അത് നീ അല്ലേടാ ജോണിക്കുട്ടി എന്ന് ആരോ ചോദിക്കും പോലെ, ഇരുട്ടത്ത് നിൽക്കുമ്പോൾ മുഖത്തേക്ക് ടോർച്ചടിക്കും പോലെ, അല്ലെങ്കിൽ തോട്ടിൻകരയിൽ കുളിച്ചിട്ട് നിൽക്കുമ്പോൾ തോർത്തൂരിക്കൊണ്ട് പോകുന്ന പോലെ ഒരു ജാള്യത, ആരോ എൻ്റെ ഫേസ്ബുക്കിലേക്ക് കല്ലെടുത്ത് എറിയും പോലെ. നിരാശാ കാമുകനിൽ നിന്നും ഞാൻ ഇട്ട ചങ്ങമ്പുഴയുടെ വരികൾക്ക് താഴെ വന്ന എൻ്റെ ശിവനേ എന്ന സുരാജ് വെഞ്ഞാറമൂടിൻ്റെ പടമുള്ള ട്രോളോടുകൂടിയാണ് എല്ലാം തുടങ്ങിയത്. സാധാരണ നിരാശാ കാമുകൻ്റെ ഓരോ പോസ്റ്റിനും നല്ല സാഹിത്യ സുഖമുള്ള കമൻറ്റുകളാണ് എനിക്ക് ലഭിക്കാറുള്ളത്. സ്ഥിരമായി എന്നെ ആ പേജിലൂടെ ഫോളോ ചെയ്യുന്ന ചെമ്പരത്തി എന്നോട് പ്രണയം പ്രഖ്യാപിച്ചിരുന്നു. നൊസ്റ്റുപടവുകൾ എന്ന പേജിലെ കെട്ടുകാരൻ എന്ന ID എന്നെ നൊസ്റ്റുപടവുകളുടെ ഗെറ്റ് ടുഗദറിന് ക്ഷണിക്കുക കൂടി ചെയ്തു. കഴിഞ്ഞ ദിവസം യക്ഷിയെ പ്രണയിച്ച സഖാവ് എന്ന IDയിൽ നിന്നും മെസ്സഞ്ചറിൽ എനിക്ക് വന്ന സന്ദേശം എല്ലാ അർത്ഥത്തിലും എന്നെ തളർത്തിയിരിക്കുകയാണ്. കാപ്പി കുടിച്ചുകൊണ്ട് ഇറയത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ മലകളിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന താഴ്വാര ദൃശ്യം നോക്കി പഴയ പോലെ എനിക്ക് നിരാശാഭരിതമായ പോസ്റ്റുകൾ സൂക്ഷിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് ഒഴുക്ക് നിലച്ച നദി പോലെ ഞാൻ പ്രചോദനം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാനഡയിൽ നഴ്സായി ജോലി ചെയ്യുന്ന മെറ്റിൽഡയുടെ കല്യാണത്തിന് പോയപ്പോൾ പള്ളിയിൽ അച്ഛൻ ജോണിക്കുട്ടിയുടെ നിരാശാകാമുകൻ ഇപ്പോൾ ആക്റ്റീവ് അല്ലല്ലോ എന്ന് ചോദിച്ചതും എനിക്ക് മനപ്രയാസമുണ്ടാക്കി.
തുണിക്കടയിൽ ഇരിക്കുമ്പോൾ ഇത്തരം പല കാര്യങ്ങളിലും തലപുണ്ണാക്കി എനിക്ക് സമാധാനം നഷ്ടപ്പെടുന്നുണ്ടിപ്പോൾ. ഈ ലോകത്ത് രഹസ്യമായി ജീവിക്കാൻ സാധ്യമല്ലെന്ന് ഇപ്പോൾ മനസ്സിലായി. സൈബർ ഇടത്ത് ഫേക്കുകൾ വാഴുന്ന ലോകത്ത് രഹസ്യ പോലീസ് എന്നെ പിന്തുടരുകയാണ്. കടയിലേക്ക് വേണ്ട ഡ്രസ്സ് എടുക്കാൻ പോകാനൊന്നും പഴയ പോലെ ഒരു സന്തോഷം തോന്നുന്നില്ല. ഇങ്ങനെ പലതും ചിന്തിച്ച് ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുമ്പോഴാണ് ആൻസിയെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഒരു കസേരയിലിരുന്ന് മൊബൈൽ നോക്കുകയാണവൾ. രസിച്ചിരിക്കുകയാണ്. കടയിൽ കസ്റ്റമേഴ്സ് ആരുമില്ല. ഞാൻ ശബ്ദമുണ്ടാക്കാതെ കൗണ്ടറിൽ നിന്നും പുറത്തിറങ്ങി അവളുടെ പിറകിൽ വന്നു നിന്നു. ഫേസ്ബുക്കിലാണ് ആൻസി. അതിൽ മുഴകിയിരിക്കുന്നു. രഹസ്യ പോലീസിന്റെ പ്രൊഫൈൽ പിക്കിൽ ഒരു പുതിയ മാറ്റം വരുത്താൻ തുടങ്ങുകയാണ്. പഴയ പ്രൊഫൈൽ ചിത്രം മാറ്റി പുതിയതാക്കി. കുറച്ചു സമയം അങ്ങനെ ചിലവഴിച്ചതിനു ശേഷം അവൾ നിരാശാകാമുകന്റെ പേജിൽ കയറിയതോടെ ചിരിക്കാനും തുടങ്ങി. ഞാൻ കരയാനും. തെമ്മാടി, നാട്ടുരാജാവ് എന്നീ ഫേക്ക് ഐഡികളിലേക്ക് ആൻസി എത്തുമെന്നോർത്ത് ഞാൻ നടുങ്ങി.